ഒരു രാഷ്ട്രീയ ചോദ്യം ചോദിക്കാം. ചോദിച്ചോളൂ. കാരണം ആരോടാ? കോൺഗ്രസിന്റെ പ്രതിനിധി ഓൾറെഡി അവിടെ മന്ത്രിസഭയിൽ അംഗമാകുന്നുണ്ട്. അപ്പൊ കോൺഗ്രസ് അവരുമായിട്ട് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ബാക്കിയല്ല ഇപ്പൊ ലിവിങ് ടുഗദർ കേസാ. CPI-യും CPM-ഉം ഈ പറഞ്ഞ മുസ്ലിം ലീഗും ലിവിങ് ടുഗദർ ഏത് സമയം ബന്ധം ഉപേക്ഷിക്കാം. വിജയിയുടെ മേളിൽ അല്ല, ഞാൻ പറഞ്ഞത് ഇത് നാളെ വിജയിയുടെ മേളിലുള്ള ഒരു ഖഡ്ഗമായി ഇത് മാറുക. ഡെമോക്രാസിന്റെ വാളാണ്. എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ ചോദ്യം അങ്ങ് ചോദിക്കാത്തത്? എന്തുകൊണ്ട് ഇത് മന്ത്രിസഭയിൽ ചേരുന്നില്ല? മന്ത്രിസഭയിൽ ചെന്നാൽ കൂട്ടുത്തരവാദിത്തമാകും. അത് ഇന്നുകൂടി ചേരുന്നില്ല. അവർ കൃത്യമായ ഉത്തരം പറയുന്നില്ല. അതുകൂടെ രാഷ്ട്രീയ ചോദ്യം ഞാൻ പറയാം, വ്യക്തമായി പറയാം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിപ്പോ കരുതുന്നത് DMK-യുടെ ഒപ്പം നിന്ന് ഞങ്ങൾ മത്സരിച്ച ആളുകൾ എന്ന നിലയ്ക്ക് ഇപ്പോൾ ഞങ്ങൾ മന്ത്രിസഭയ്ക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു കാര്യമുള്ളൂ, അവിടെ വട്ടമിട്ട് പറക്കുന്ന പ്രസിഡന്റ് റൂളിന്റെ മിസ്റ്റേക്ക് അതൊരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല. ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് ഇപ്പോൾ പിന്തുണ കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾക്കൊന്നും ഇങ്ങോട്ട് വേണം. നിങ്ങൾ പ്രഷർ പൊളിറ്റിക്സ് എടുക്കുകയാണ്. പ്രഷർ പൊളിറ്റിക്സ് ഒന്നുമല്ല. അൺകണ്ടീഷണൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ത് പ്രശ്നം കൊടുക്കുന്നു എന്നാ പറയുന്നത്? ഞങ്ങൾ അൺകണ്ടീഷണൽ സപ്പോർട്ടാ. ഞങ്ങളുടെ പ്രശ്നം ആശയം തന്നെയാണ്. ആശയപരമായി ഒരു ഇൻട്രൂഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് സംഘ് പരിവാർ രാഷ്ട്രീയം അവിടെ കടന്നു കയറാൻ ശ്രമിക്കുന്നു. അതിന് പ്രസിഡന്റ് റൂളിലേക്ക് അവർ വരാൻ പോകുന്നു. അത് ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളാൽ കഴിയുന്ന റെസിസ്റ്റൻസ് അതിന് കൊടുക്കും. എന്തുകൊണ്ട് അണ്ണാ കൊടുത്തില്ല? സംഘപരിവാറിനെ ഏറ്റവും ശക്തമായി എതിർക്കുന്ന ആരാണ്? അണ്ണാ DMK കൂടെ അങ്ങനെയാണെങ്കിൽ അണ്ണാ DMK അവർ ഒന്നിച്ചല്ലേ പോകുന്നത് സംഘപരിവാറുമായിട്ട്. തമിഴ്നാട് രാഷ്ട്രീയത്തെ പറ്റി ഒരു അല്പം കൺഫ്യൂഷൻ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ചെറിയ കൺഫ്യൂഷൻ. അവിടെ വന്നിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് മത്സരിച്ചത് അണ്ണാ DMK മത്സരിച്ചത് BJP-യുമായിട്ട് ചേർന്ന്. അതേ സമയത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും ഇടത് കക്ഷികളും BCK എന്ന് പറഞ്ഞ വിടുതലൈ ചിരുത്തർ കക്ഷി, ദലിതരുടെ ഒരു മിലിറ്റന്റ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ഓർഗനൈസേഷനാണ്. അവരെല്ലാവരും DMK സഖ്യത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഒരു വശത്ത് DMK സഖ്യത്തിന്റെ ഭാഗമായിരുന്നവര് പറയാതെയും കേൾക്കാതെയും പെട്ടെന്ന് എങ്ങനെയാണ് മാറുന്നത്? ആ ഒരു പ്രയാസം ഇടത് കക്ഷികൾക്ക് മുസ്ലിം ലീഗിനും എല്ലാം ഉണ്ടായിരുന്നിരിക്കാം. ഏതായാലും അവര് DMK-യുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് പോയിരിക്കുന്നത് അങ്ങോട്ട്. അങ്ങനെ ചെയ്തതിന്റെ ഉദ്ദേശം അദ്ദേഹത്തിന്റെ വിശാല മനസ്കതയേക്കാൾ കൂടുതൽ ADMK-യും BJP-യുമായി ചേർന്നുള്ള ഒരു ഭരണം വരരുത്, അല്ലെങ്കിൽ ഒരു BJP-യുടെ നേതൃത്വത്തിലുള്ള ഒരു രാഷ്ട്രപതി ഭരണം വരരുത്. അതെ, ലെഫ്റ്റിനെ മനസ്സിലാക്കാത്ത ചോദ്യമാണ് ചോദിച്ചത്. ലെഫ്റ്റ് ഒരു കാലത്തും ലെഫ്റ്റ് അല്ലാത്ത ഗവൺമെന്റിൽ പങ്കാളികളായിട്ടില്ല. ഉദാഹരണത്തിന് ജ്യോതി ബാസുവിനെ പ്രധാനമന്ത്രിയാക്കാന്ന് ആവശ്യപ്പെട്ടിട്ടായില്ല. DMK-യിലെ ആയിക്കോട്ടെ, ഞാൻ പറയട്ടെ, അതല്ല പറഞ്ഞു വന്നത്.